സ്പിരിറ്റ് ഓഫ് കേരള 2024 യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സുസ്വാഗതം. ലീഡറെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ട്, അത് തടയണമെന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ രക്ഷാകർത്താക്കളെ അനുസരിക്കുമായിരുന്നു. അതിൻ്റെ ഫലമാണ് ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം. മദ്യവും മയക്കുമരുന്നിൻ്റെയും ഒന്നും ഞങ്ങളെ ബാധിക്കില്ല. മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലും നാട്ടിലും അവർ അലസന്മാരായിരിക്കും, പക്ഷെ പുറത്തവർ മാന്യന്മാരായിരിക്കും, അധ്വാനികളായിരിക്കും. ആ മനോഭാവം നമ്മളുടെ വീട്ടിലുണ്ടാകണം, എനിക്ക് കുടുംബം രക്ഷപ്പെടത്തുള്ളൂ. നാട്ടിലുണ്ടാകണം, എങ്കിലേ നാട് രക്ഷപ്പെടുകയും. വർഗീസ് കുര്യൻ മിൽമ പോലെ അല്ലെങ്കിൽ ആനന്ദഭവൻ പോലെ ഒരു സ്ഥാപനം ഉണ്ടാക്കുകയും അത് ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതേ പാറ്റേണിലാണ് സഹകരണ സംഘം മേഖലയിൽ മത്സ്യബെഡ് രൂപീകൃതമായത്. അതിന് അങ്ങ് വഹിച്ച പങ്ക് എന്താണ്? 1991 ഇലക്ഷനിൽ ഞാൻ തോറ്റു കഴിഞ്ഞപ്പോൾ അന്ന് മത്സ്യബെഡിൻ്റെ ഇലക്ഷൻ നടത്താനായിട്ട് പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ഇലക്ഷൻ നടത്താനായിട്ട് LDF ഒരു നീക്കം നടത്തി. അപ്പോൾ ഞാൻ ലീഡറെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ട്, അത് തടയണമെന്ന് പറഞ്ഞു. ലീഡറെ വിളിച്ച് ആ ഡയറക്ടറെ വിളിച്ച്, രജിസ്ട്രാറാണ്, അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു ഇലക്ഷൻ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു. അതവർ ബ്ലോക്ക് ചെയ്തു. അതിനുശേഷം ലീഡർ പിന്നെ അപകടത്തിൽപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായല്ലോ. അപകടത്തിൽ പെട്ട് കിടക്കുന്ന അവസരത്തിൽ അന്നത്തെ ഫിഷറീസ് മന്ത്രി പത്മയെ വിളിച്ചിട്ട് പറഞ്ഞു ദിനകരനുമായിട്ട് ആലോചിച്ച് മാത്രമേ ഫിഷറീസ് മേഖലയിലെ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. നേരത്തെ നിർദ്ദേശം കൊടുത്തിരുന്നു. ഈ സുഖമില്ലാതെ കിടക്കുന്ന അവസരത്തിലാണ് എന്നെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞ് മത്സ്യബെഡ് ചെയർമാനായിട്ട് എന്നെ വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ 1992 ജൂൺ മാസം 27-ാം തീയതിയാണ് ഞാൻ മത്സ്യബെഡ് ചെയർമാനായി വരുന്നത്. അന്ന് വരുന്ന അവസരത്തിൽ 80 സംഘങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷേ മത്സ്യബെഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടില്ല. അഫിലിയേഷൻ ഫീസ് ആരും അടച്ചിട്ടില്ല. ഒരു സംഘം മാത്രമേ അഫിലിയേഷൻ ഫീസ് അടച്ചിട്ടുള്ളൂ, വേറെ ആരും അഫിലിയേഷൻ ഫീസ് അടച്ചിട്ടില്ല. അപ്പോൾ ഈ 80 സംഘങ്ങൾ എല്ലാ LDF സംഘങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ ഒരു ഗ്രാമത്തിൽ ഒരു സംഘം എന്ന രീതിയിൽ 222 സംഘങ്ങൾ കൂടി രജിസ്റ്റർ ചെയ്തു. അങ്ങനെ എല്ലാം കൂടി 294 സംഘങ്ങൾ വന്നു. ആ 294 സംഘങ്ങൾ വെച്ചാണ് ആദ്യമായിട്ട് മത്സ്യബെഡിൽ ഒരു ഇലക്ഷൻ നടത്തുകയും അതിൻ്റെ എലക്ട് ചെയ്ത ചെയർമാനായിട്ട് വരും. അനൗദ്യോഗിക ചെയർമാനായിട്ട് വന്നതും എലക്ട് ചെയ്ത ചെയർമാനായിട്ട് വരുന്നത് ഞാൻ തന്നെ ആദ്യമായിട്ട്. പക്ഷേ ആ അവസരത്തിൽ ഈ NCDCയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അവർ മത്സ്യബെഡ് ഒരു സഹകരണ പ്രസ്ഥാനമല്ല എന്ന് പറഞ്ഞ ഒരു വായ്പ തരായിരുന്നു 92 കാലഘട്ടത്തിൽ. അപ്പോൾ ഞാൻ അവർക്ക് ഞങ്ങൾ പോയി കണ്ട് സംസാരിച്ചു. ഞങ്ങൾ മത്സ്യബെഡിൻ്റെ ഇലക്ഷൻ നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 221 സംഘങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഈ മുഴുവൻ സംഘങ്ങളും 294 സംഘങ്ങളും 92 സംഘങ്ങളും അഫിലിയേറ്റ് ചെയ്ത് ആ അഫിലിയേഷൻ വെച്ചാണ് 1994 മത്സ്യബെഡിൽ ആദ്യത്തെ ഇലക്ഷൻ നടക്കുന്നത്. അതിൽ ഞങ്ങൾ പാനൽ തന്നെ പൂർണ്ണമായിട്ടും ജയിച്ചു കഴിഞ്ഞപ്പോൾ ലീഡറായിരുന്ന ഫിഷറീസ് മന്ത്രി കൂടിയായിരുന്നു. ആ ഒരു സാഹചര്യം ഞങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായത്. മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം പല സഹായങ്ങളും ചെയ്തു തന്നതിൻ്റെ ഫലമായിട്ടാണ് മത്സ്യബെഡിനെ ആ രീതി വളർത്തിയെടുക്കാൻ സാധിച്ചത്. ഞങ്ങൾ ഈ ഗുജറാത്തിൽ പോയി മിൽമ അന്നത്തെ കുര്യൻ സാറിനെ കണ്ടു. അദ്ദേഹം ഒരാഴ്ച ഞങ്ങളവിടെ ക്യാമ്പ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി. അങ്ങനെയാണ് മത്സ്യബന്ധനം, സംസ്കരണം, വിപണനം എന്നിവ പൂർണ്ണമായും സഹകരണ മേഖലയിൽ കൊണ്ടുവരണമെന്നും ഇതിൻ്റെ പ്രയോജനം മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കണമെന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് അപകട ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തി. ആ അപകട ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തിയ അവസരത്തിൽ പലരും ഗവൺമെൻറ്റിൻ്റെ അപകട ഇൻഷുറൻസ് ഉള്ളപ്പോൾ പിന്നെ മത്സ്യബെഡിന് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളത് പറഞ്ഞു ഇത് മത്സ്യത്തൊഴിലാളികൾ പ്രീമിയം തുക അവരടയ്ക്കുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ വന്നു. അതുപോലെ തന്നെ പിന്നെ ബോണസ്, മത്സ്യത്തൊഴിലാളികൾക്ക് ബോണസ് ഏർപ്പെടുത്തി. അപ്പോൾ ചോദിച്ചവരുണ്ട് ഈ മത്സ്യത്തൊഴിലാളിയുടെ മുതലാളി ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു മാറ്റിവെക്കപ്പെട്ട വേതനമാണ് ബോണസ് എന്ന രീതിയിൽ ബോണസ് കൊടുത്തു. പിന്നെ മത്സ്യബെഡ് ജീവനക്കാർ മരിച്ചു കഴിഞ്ഞാൽ അവർ ആശ്രിതർക്ക് ജോലി കൊടുക്കുന്ന സമ്പ്രദായം വന്നു. അത് വന്നു. പിന്നെ മത്സ്യബന്ധന ഉപകരണങ്ങളാണ് ഇപ്പോൾ സ്വാശ്രയ സംഘങ്ങൾ രൂപീകരിച്ച ഞാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. തുടക്കം കുറിച്ചത് അതിന് മുമ്പാണെങ്കിലും പക്ഷെ അത് വ്യാപിപ്പിച്ചത് ഞാൻ ചെയ്യുന്ന അവസരം 14.5 കൊല്ലം ഞാൻ മത്സ്യബെഡ്
ചെയർമാനായിട്ടിരുന്നു. ഈ സമയത്താണ് നമ്മൾ ഈ സ്വാശ്രയ സംഘങ്ങൾ ഉണ്ടാക്കി, പിന്നെ കേന്ദ്രത്തിൽ പോയി പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷനെ, ന്യൂനപക്ഷ വികസന കോർപ്പറേഷനെയും പിന്നെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് മത്സ്യമേഖലയ്ക്ക് ഈ പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷൻ്റെയും ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ്റെയും സഹായം കിട്ടിയത് മത്സ്യബോർഡിന് മാത്രമാണ്. ആ സഹായം ഉപയോഗിച്ചാണ് 6% പലിശയ്ക്ക് പിന്നെ വായ്പ കൊടുക്കാനും വനിതകളെ ഈ രംഗത്തേക്ക് സജീവമായിട്ട് കൊണ്ടുവരാനും സാധിച്ചു. പിന്നെ മത്സ്യബന്ധന ഉപകരണങ്ങൾക്കുള്ള സബ്സിഡി എമൗണ്ട് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞു. ആ എമൗണ്ട് വർദ്ധിപ്പിച്ചു. മത്സ്യബോർഡിൽ വായ്പ കഴിയില്ല എന്ന് പറഞ്ഞ NCDCയുടെ പിന്നെ ഭരണസമിതിയിലെ ഗവേണിംഗ് കൗൺസിലിലെ കൃഷി വകുപ്പ് മന്ത്രി, കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ചെയർമാനായിട്ടുള്ള 51 അംഗ സമിതിയിൽ ഇന്ത്യയിൽ മത്സ്യമേഖലയിൽ നിന്നുള്ള ഏക വ്യക്തി ഞാനായിരുന്നു. അങ്ങനെ വരെ വന്നു. പക്ഷേ മത്സ്യബന്ധനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇപ്പോൾ നെറ്റ് ഫാക്ടറി തിരുവനന്തപുരത്ത് വന്നു, എറണാകുളം നെറ്റ് ഫാക്ടറി പിന്നെ പുനരുദ്ധരിച്ചു, കണ്ണൂർ നെറ്റ് ഫാക്ടറിയുടെ പോരായ്മകൾ പരിഹരിച്ചു. അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ ഈ മത്സ്യ സംസ്കരണശാല, എറണാകുളത്തുള്ള മത്സ്യ സംസ്കരണശാല വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അത് പുനരുദ്ധരിച്ചെടുത്തു. ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങളുണ്ടായി. മണ്ണെണ്ണ ബങ്ക്, മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണെണ്ണ ബങ്ക് ഇപ്പോൾ വില വർദ്ധിച്ച സാഹചര്യത്തിൽ ഏറ്റവും മിനിമം വിലയ്ക്ക് 25% സബ്സിഡിയോടുകൂടി 25 രൂപ സബ്സിഡിയോടുകൂടി മണ്ണെണ്ണ പിന്നെ കൊടുക്കാനായിട്ട് 13 ബങ്കുകളാണ്. അതിന് 100 കോടി രൂപയാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ബഡ്ജറ്റ് വകയിരുത്തേണ്ടത്. അപ്പോൾ അങ്ങനെ ആ മേഖലയെ മത്സ്യത്തൊഴിലാളികൾക്ക് ചെയ്യാവുന്ന കടങ്ങൾ എഴുതിത്തള്ളുന്ന കാര്യമുണ്ടായി. എല്ലാ കടങ്ങൾ എഴുതിത്തള്ളുന്നത് കടാശ്വാസ നിയമം വന്നത് ശർമ്മ മന്ത്രിയായിരുന്ന അവസരത്തിലാണ്. പക്ഷെ ആ സമയത്ത് നമ്മുടെ സമ്മർദ്ദം ഉണ്ടായിരുന്നു. EK രാമകൃഷ്ണൻ ഫിഷറീസ് മന്ത്രിയായിരുന്ന അവസരത്തിൽ ഞാൻ മത്സ്യബോർഡ് ചെയർമാനായിട്ട് കുറേ നാളിരുന്നു. അദ്ദേഹം അക്കാര്യത്തിൽ വളരെ സഹകരിച്ചു, മന്ത്രിമാരെല്ലാവരും സഹകരിച്ചു. പക്ഷേ ഈ ഡിപ്പാർട്ട്മെന്റിലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റുകാരെ സംബന്ധിച്ചിടത്തോളം മത്സ്യബോർഡിൻ്റെ ഈ വളർച്ച അവർക്ക് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമായിരുന്നു. അതുകൊണ്ട് പല കാര്യങ്ങളിൽ അവർ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. എങ്കിൽ തന്നെയും ആ സമയത്തൊക്കെ പിന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്ന അവസരം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇടപെട്ട് ഈ ബോണസ് അടക്കമുള്ള എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. പക്ഷെ ഇന്ന് ആ സ്ഥാപനത്തിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ്. ചെയർമാനും അതുപോലെ തന്നെ MD ഒക്കെ ഇപ്പോൾ വാടകയ്ക്ക് വണ്ടിയെടുത്താണ് സഞ്ചരിക്കുന്നത്. ആ ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നത്. എല്ലാ ജില്ലകളിലും ചെയർമാന് എല്ലാവർക്കും സ്വന്തം വണ്ടി ഉണ്ടായിരുന്നു, ആസ്തി ഉണ്ടായിരുന്നു. ഞാൻ മത്സ്യബോർഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ 56 കോടി രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ് മത്സ്യബോർഡ് ബാങ്കിലുണ്ടായിരുന്നു. മറ്റ് ബാധ്യതകൾ ഒന്നുമില്ലായിരുന്നു. ആ രീതിയിൽ നന്നായിട്ട് അതിൻ്റെ ഫലമായിട്ടാണ് പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും നല്ല സഹകരണ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ അവാർഡ് കിട്ടി. ഒരു ദേശീയ അവാർഡ് കിട്ടി. അതുപോലെ തന്നെ പിന്നെ ഏറ്റവും നല്ല സഹകരണ പ്രസ്ഥാനം എന്ന രീതിയിൽ പിന്നെ വേറെ 2 അവാർഡ് കൂടെ കിട്ടി. NBCFDസിനെയും പിന്നെ NMBFCയുടെയും 2 അവാർഡുകൾ കിട്ടി. അങ്ങനെ പല അവാർഡുകൾ നേടാൻ കഴിഞ്ഞു. നല്ല രീതിയിൽ വന്ന സ്ഥാപനമാണ്. പക്ഷേ ഇപ്പോൾ വളരെ ദുഃഖം തോന്നുന്നു, ആ സ്ഥാപനത്തിന്റെ സ്ഥിതി വളരെ ദയനീയമായ ഒരു അവസ്ഥ. ഇതിന്റെ തുടർച്ചയായിട്ട് തന്നെ ചോദിക്കട്ടെ, സാറിന്റെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. സാറിന്റെ ഇത്ര പീരീഡ് പ്രവർത്തിച്ച ആരും കാണത്തുമില്ല. അപ്പൊ അതുകൊണ്ട് സാറിന് ഈ അവാർഡുകളിൽ ഏറ്റവും സാർ വിലമതിക്കുന്ന അവാർഡായിട്ട് കാണും? എനിക്ക് പിന്നെ 5 അവാർഡ് വേറെ കിട്ടിയിരുന്നു. പക്ഷെ അതിൽ 3 വാങ്ങാൻ പറ്റും. 2 കോവിഡ് സമയമായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. ഒന്ന് ശ്രീലങ്കയിൽ വെച്ചായിരുന്നു. പക്ഷെ ആദ്യത്തെ അവാർഡ് കിട്ടിയ ഡൽഹിയിൽ വെച്ചായിരുന്നു, പിന്നെ ഗ്ലോറി ഓഫ് ഇന്ത്യ എന്നുള്ളത്. പിന്നെ ഭാരത് ജ്യോതി അവാർഡ്, 2ാമത്തെ അവാർഡ് ഗ്ലോറി ഓഫ് ഇന്ത്യ എന്നുള്ളത് കിട്ടിയത് ബാങ്കോക്കിൽ വെച്ചായിരുന്നു. അത് തന്നത് അവിടുത്തെ മുൻ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയാണ് അവാർഡ് തന്നത് തന്നെ. പിന്നെ ഒരെണ്ണം ഗ്ലോറി ഓഫ് എക്സലൻസ് എന്നുള്ളൊരു അവാർഡ് കിട്ടി. അത് പോയി വാങ്ങാൻ പറ്റില്ല, പക്ഷെ അവർ അയച്ചു തന്നു. പക്ഷേ എനിക്ക് ഏറ്റവും വിലപ്പെട്ട അവാർഡ് എന്ന് പറയുന്നത് 2 അവാർഡ് എനിക്ക് കിട്ടി. ഒന്ന് മത്സ്യമേഖലയിലെ പ്രവർത്തനത്തിന് T. പീറ്റർ സ്മാരക അവാർഡ് കിട്ടി. അതുപോലെ പിന്നോക്ക സമുദായം എന്ന രീതിയിൽ ശ്രീ പാച്ചൻ മെമ്മോറിയൽ അവാർഡ് കിട്ടി. അതിലേറ്റവും ഞാൻ വിലമതിക്കുന്നത് പാച്ചൻ മെമ്മോറിയൽ അവാർഡാണ്. കാരണം പട്ടികവർഗ വിഭാഗങ്ങളിലെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ബഹുമാനായ പാച്ചൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നോക്ക സമുദായ രംഗത്ത് പ്രവർത്തിച്ചതിൻ്റെ ഞാൻ സമ്പന്ന സമുദായ മുന്നണിയുടെ ചെയർമാനായിട്ട് ദീർഘകാലം പ്രവർത്തിച്ചിരുന്നതാണ്.
അപ്പോൾ ആ ഒരു പരിഗണനയൊക്കെ വെച്ചുകൊണ്ട് എനിക്ക് ആ അവാർഡ് കിട്ടി. ഞാൻ ആ അവാർഡ് വളരെ വിലമതിക്കുന്നു. പിന്നെ മത്സ്യത്തൊഴിലാളി മേഖലയെ സംബന്ധിച്ചിടത്തോളം പീറ്ററിൻ്റെ മേഖലയിലുള്ള അവാർഡ് എന്ന് പറഞ്ഞാൽ അത് അതുപോലെ തന്നെ വിലമതിക്കുന്ന ഒരു അവാർഡാണ്. കാരണം മത്സ്യമേഖലയിൽ ഇത്രയും കൊല്ലം വളരെയേറെ എതിർപ്പുകളുണ്ടായി. ഭരണാധികാരികളുമായിട്ട് ഭരണത്തിരിക്കുന്ന മന്ത്രിമാരുമായിട്ട് വരെ വിമർശനത്തിൻ്റെ സാഹചര്യം ഉണ്ടായി. ആ ഒരുപാട് ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നെല്ലാം അന്നിരുന്ന മുഖ്യമന്ത്രിമാർ നമ്മളെ സഹായിച്ചത് കൊണ്ട് അത് മുന്നോട്ട് പോകാൻ സാധിച്ചു. പക്ഷെ ആ രീതിയിൽ ഈ 2 അവാർഡാണ് ഞാൻ ഏറ്റവും വിലമതിക്കുന്നത്. മറ്റ് അവാർഡ് എന്നുള്ളത് കവിഞ്ഞ് ഈ 2 അവാർഡുമാണ് ഞാൻ പ്രധാനമായിട്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് സാറ്. അതുപോലെ തന്നെ സാറ് വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. സാറിൻ്റെ അമേരിക്കൻ സന്ദർശനം, അതിനെക്കുറിച്ച് സാർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാം? ഞാൻ MLA ആയിരിക്കുന്ന അവസരത്തിലും മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും പോയിട്ടുണ്ട്. നിയമസഭാ കമ്മിറ്റി പോയ അവസരത്തിൽ, മത്സ്യബോർഡ് ചെയർമാനായി വന്ന അവസരത്തിൽ തീരദേശ സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ വിദേശ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മത്സ്യബോർഡ് ചെയർമാനായിരിക്കുന്ന അവസരത്തിലേക്ക് നോർവേയിൽ പോകാനുള്ള ഒരു അവസരം കിട്ടി. പിന്നെ കിട്ടിയെന്ന് പറഞ്ഞാൽ ബാങ്കോക്കിൽ ഈ അവാർഡ് മേടിക്കാൻ പോയി. ഏറ്റവും അവസാനമായിട്ട് ഞാൻ അമേരിക്കയിൽ പോയത്, കാരണം എൻ്റെ മോളും പിന്നെ ഭർത്താവും കുടുംബവും അവിടെയാണ്. അവർ ക്ഷണപ്രകാരം അവിടെ പോയതാണ്. പക്ഷെ ഞാനൊരു 3 മാസം അവിടെ ഉണ്ടായിരുന്നു. ആ 3 മാസം അവിടെ ഉണ്ടായ അവസരത്തിൽ എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ അവിടെ 33 കോടി ജനങ്ങളേ ഉള്ളൂ അമേരിക്ക. നമുക്കാകെ ഇപ്പോൾ 142 കോടി ജനങ്ങളുള്ള ഒരു രാജ്യം. ഇത്രയും മാനവശേഷിയുള്ള ഒരു രാജ്യം വേറെ ലോകത്തില്ല. ചൈനയേക്കാൾ മുൻപന്തിയിലാണ് ജനസംഖ്യയിൽ ഇപ്പോൾ ഇന്ത്യ. പക്ഷെ ഈ 31 കോടി ജനങ്ങളുള്ള അമേരിക്ക ഇത് സമ്പൽ സമൃദ്ധമായി മാറിയിരിക്കുക. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർ നിയമം പാലിക്കുന്നവരാണ്, നിയമം ലംഘിക്കുന്നവരല്ല. നമ്മളാണെങ്കിൽ നിയമം ലംഘിക്കുന്നവരാണ്, നിയമം പാലിക്കുന്നവരല്ല. ഒന്ന്, അവിടെയാണെങ്കിൽ പോലീസ് അവിടെ ചെന്നിട്ട് ഞാൻ 18 മണിക്കൂർ കാറിൽ അറ്റ്ലാന്റയിൽ നിന്ന് വാഷിങ്ടൺ വരെ പോയിട്ടുണ്ട്. 18 മണിക്കൂർ. ഒരു സ്ഥലത്ത് കൂടി ഒരു ട്രാഫിക് ബ്ലോക്കോ ഒരു തടസ്സമോ ഒരു ചെക്കിങ്ങോ ഒന്നുമില്ല. എല്ലാം സ്വയം നിയന്ത്രിക്കുകയാണ് അവർ. വാഹനത്തിൻ്റെ മൈലേജ് തന്നെ അവർ സ്വയം പറയുന്നതനുസരിച്ച് ഡയറക്ഷൻ ഉണ്ട്, അതനുസരിച്ച് അവരവരെ നിയന്ത്രിക്കും. ഒരു പ്രശ്നം ഒരു തടസ്സമില്ല. പോലീസോ വെഹിക്കിൾ ഇൻസ്പെക്ടറോ ഒന്നും ഒരു പ്രശ്നമില്ല. ഒരു ആക്സിഡന്റ് പോലും ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടിട്ടില്ല. പിന്നെ അവിടുത്തെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നിയമം പാലിക്കുന്ന കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. എവിടെ ചെന്നാലും ക്യൂ സിസ്റ്റത്തിൽ നിൽക്കത്തുള്ളൂ, എവിടെ ചെന്നാലും ക്യൂ സിസ്റ്റം. പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള പ്രചരണം, അവിടെ ഞാൻ നിൽക്കുമ്പോൾ ജോർജിയ സ്റ്റേറ്റിൽ ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. ഇലക്ഷൻ ആണെന്ന് പോലും അറിയത്തില്ല. ഞാൻ രാവിലെ നടക്കാൻ ഇറങ്ങിയ അവസരത്തിൽ അവിടെ ഒരു പള്ളിയുടെ ഒരു ഭാഗത്തൊരു ബൂത്ത് ഉണ്ടായിരുന്നു. ആ ബൂത്തിൻ്റെ മുമ്പിൽ 5-6 ചെറിയ പ്ലക്കാർഡ് ഇങ്ങനെ കുത്തി വെച്ചിരിക്കുന്നു. ചോദിച്ചപ്പോഴാണ് അറിയുന്നത് അന്ന് അവിടെ ഇലക്ഷനാണ്, ജോർജിയയിലെ ഇലക്ഷനാണ്. അവർ വന്ന് വോട്ട് ചെയ്യുന്നു പോകുന്നല്ലാതെ അതിൻ്റെ മറ്റ് സംഘർഷമോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പിന്നെ ജനങ്ങളെ സംബന്ധിച്ച് അവിടെ ഈ കറുത്ത വർഗവും വെളുത്ത വർഗവും ഉണ്ട്. ഞാൻ എല്ലാവരും പറഞ്ഞിരുന്ന അവിടെ അവർ തമ്മിൽ, പക്ഷേ അവർ തമ്മിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടാറുണ്ട്, ഒരു സ്ഥാപനത്തിൽ ഒന്നിച്ച് വർക്ക് ചെയ്യാറുണ്ട്. ഒരു വകഭേദമില്ലാത്ത രീതിയിൽ അവരുമായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമുള്ളൂ. നമ്മളെ സംബന്ധിച്ച് അവിടെ വികസന പ്രവർത്തനങ്ങൾ, ഇപ്പം നമ്മളിവിടെ നാഷണൽ ഹൈവേ നിർമ്മിക്കുന്നു, 6 വരി പാത നമ്മൾ നിർമ്മിക്കുന്നു. അമേരിക്കൻ മോഡലാണെന്നാണ് പറയുന്നത്, പക്ഷെ അമേരിക്കയിൽ യാതൊരു സാമ്യമില്ല. ഇവിടെ 6 വരി പാത നിർമ്മിച്ചു കഴിയുമ്പോൾ പാതയുടെ ഇരുവശങ്ങൾ ഒരു സംസ്ഥാനത്തെ 2ആയിട്ട് പിളർക്കുകയാണ്. ഒന്ന്. രണ്ടാമതായിട്ട് ഈ ഇരുവശങ്ങളിലുമുള്ള താമസിക്കുന്ന ജനങ്ങളുടെ ദുരിതം ഏറുകയാണ്. അവിടെ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങൾ ഇല്ലാതാവുകയാണ്. ഇവിടെ 420ഓളം അടിപ്പാതകളുണ്ട്. അവിടെ ഞാൻ ഈ 18 മണിക്കൂറിൽ പോയിട്ട് സമതല പ്രദേശം പോലെ കിടക്കുകയാണ്. എവിടെയെങ്കിലും വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെ മാത്രം പിന്നെ പാലമുണ്ട്, സംരക്ഷണ ഭിത്തിയുണ്ട്. വേറെ ഒരു സ്ഥലത്തും ഇല്ല. ഇവിടെ നമ്മൾ മതിൽ കെട്ടുകയല്ലേ, ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് മറു സൈഡിലേക്ക് പോകാൻ ഒരു പ്രയാസമില്ല. കാൽനട യാത്രക്കാർക്കാണ് അവിടെ ഏറ്റവും പ്രധാനം. കാൽനട യാത്രക്കാർ വന്നു കഴിഞ്ഞാൽ, റോഡ് ക്രോസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഏത് വാഹനവും നിർത്തണമെന്നുള്ളതാണ്. പിന്നെ സൈക്കിൾ യാത്രക്കാരാണ്. അവിടെ ഈ ഓട്ടോറിക്ഷ ഇല്ല. പിന്നെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ അവർ എക്സസൈസിൻ്റെ ഭാഗമായിട്ടാണ് അവർ സൈക്കിൾ ഉപയോഗിക്കുന്നത്. പിന്നെ ബാക്കി എല്ലാം സ്വന്തമായിട്ട് വാഹനങ്ങളുള്ളവരാണ്. ഏറ്റവും സമ്പൽ സമൃദ്ധമായിട്ട്. പിന്നെ ഇന്ത്യക്കാരെ പറ്റി അവർക്ക് നല്ല അഭിപ്രായമാണ്. കാരണം ഹാർഡ് വർക്കിംഗ് ആണ്. ഇവിടെ നമ്മുടെ ആൾക്കാർ പിന്നെ ഏറ്റവും അലസന്മാരാണ്. പക്ഷേ വെളിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ വളരെ ആത്മാർത്ഥമുള്ളവർ, നല്ല സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. ഈ ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ പറ്റി
ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടാൻ ഒരു പ്രയാസമില്ല, കാരണം അവർ മിടുക്കന്മാരാണ്. പക്ഷെ അവർ അവിടെ പഠിക്കുകയും ചെയ്യുന്നുണ്ട്, അവിടെ പാർട്ട് ടൈം ജോലിയും ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് അവിടെ നിന്ന് പലരോടും സ്ഥാപനങ്ങൾ, ഇന്ത്യക്കാരെ പല സ്ഥാപനങ്ങൾ, അവരോട് അന്വേഷിച്ചപ്പോൾ അവർക്കാർക്കും തിരിച്ചു വരാൻ താല്പര്യമില്ല. കാരണം നമ്മളുടെ രാജ്യം ഇത് അമേരിക്ക പോലെയാണെങ്കിൽ ഒരു 50 കൊല്ലം കഴിഞ്ഞാലും അതുപോലെ വരാൻ സാധ്യതയില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം അവിടെ തന്നെ കഴിയാനുള്ള സാഹചര്യമാണുള്ളത്. അതിനെല്ലാം പുരസ്കരിച്ചുകൊണ്ടാണ് ഞാൻ കണ്ട അമേരിക്ക എന്ന് പറയുന്ന രീതിയിൽ ഒരു പുസ്തകം ഞാൻ എഴുതിയത്. നമ്മുടെ ഗോവ ഗവർണർ ശ്രീ PH ചിദംബരം സാറാണ് അത് പ്രകാശനം ചെയ്തത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് പറയുന്ന കാര്യം ഇതാണ്, ഇന്ത്യയുടെ സ്ഥിതി, അവിടുത്തെ സ്ഥിതി. ഇപ്പോൾ ഇവിടെ വിദേശത്ത് നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ കൊടിയും കൊടുത്ത് അവർക്കെതിരായിട്ട് മുദ്രാവാക്യം വിളിക്കാൻ ആളുകൾ വിടും. പക്ഷേ അമേരിക്കയിൽ ഇത്തവണ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് വനിത, പിന്നെ കമല ഹാരിസ് ഇന്ത്യൻ വംശജയാണ്. കഴിഞ്ഞ പ്രാവശ്യം അവിടെ സെനറ്റ് മെമ്പർമാരുണ്ടായിരുന്നു. UK പിന്നെ പ്രധാനമന്ത്രി വരെ ഇന്ത്യക്കാരൻ വന്നു. അപ്പോൾ ആ ഒരു ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ബഹുമാനമാണ്. നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ അവർ അമേരിക്കക്കാർക്ക് വളരെ താല്പര്യമാണ്, വളരെ സ്നേഹമാണ്. ഒരു പ്രശ്നമില്ല. അവിടെ ഈ മതിൽ കെട്ടിയുള്ള താമസമില്ല, എല്ലാം ഓപ്പൺ സ്പേസ് ആണ്. വീടുകളൊക്കെ അടുത്തടുത്ത് നിന്നാൽ അവിടെ ഒരു മതിലുമില്ല, ഒരു വേലിയുമില്ല, ഒന്നുമില്ല. ഒരു മോഷണവുമില്ല. ഏത് വാഹനങ്ങൾക്ക് റോഡിൽ സൈക്കിൾ പോലും റോഡ് സൈഡിൽ ഇട്ടിരിക്കുക, ആരും കൊണ്ടുപോകത്തില്ല. വെള്ളപ്പൊക്കം ഉണ്ടാകത്തില്ല. വെള്ളപ്പൊക്കം മഴ വീഴാൻ നല്ല 1-ാം തരം റോഡ്, പിന്നെ ഡ്രെയിനേജ് സിസ്റ്റം വളരെ നല്ലത്, ഒരു തുള്ളി വെള്ളം നിൽക്കത്തില്ല. കാലാവസ്ഥ പ്രവചനം എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. അവിടെ ഓരോ വീട്ടിൽ നമുക്ക് അറിയാവുന്ന രീതിയിലുള്ള സംവിധാനമുണ്ട്. നമ്മൾ അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മഴ എപ്പോൾ പെയ്യുന്ന 3 മണിക്ക് പെയ്യുന്നത് കൃത്യം 3 മണിക്ക് മഴ പെയ്തിരിക്കും. ഇവിടെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്നാണ് നമ്മുടെ ആളുകൾ പറയുന്നത്. പക്ഷെ ആ എല്ലാ രീതിയിലും എൻ്റെ പ്രയോജനം. പിന്നെ ഇന്ത്യക്കാരവിടെ ജോലി ചെയ്യുന്നവർ അവരുടെ വരുമാനത്തിൻ്റെ 55% ടാക്സ് ആയിട്ട് പോവുക പലതായിട്ട്. ബാക്കി 45% കിട്ടുന്നുള്ളൂ. ആ 45% ആണെങ്കിൽ പോലും ഇന്ത്യക്കാരെല്ലാവരും സംതൃപ്തരാണ്, അവർക്കൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ അവിടെ ഒരു കുട്ടി ജനിച്ചാൽ, ഇപ്പോൾ ട്രംപ് വന്നപ്പോൾ ചില മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചു. ഒരു കുട്ടി അവിടെ ജനിച്ചാൽ ആ കുട്ടി ജന്മനാ തന്നെ അമേരിക്കൻ പൗരനാണ്. പിന്നെ അവിടെ വിസയുടെ പ്രശ്നം, ഗ്രീൻ കാർഡ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ സിറ്റിസൺഷിപ്പ് കിട്ടും. അവിടെ ആ രീതിയിലുള്ള ഒരു വിവേചനവും ആരും ഇന്ത്യക്കാരനെന്നോ കറുത്തവരെന്നോ വെളുത്തവരെന്നുള്ള ഒരു വ്യത്യാസമില്ല. എല്ലാവരും സമ്മിശ്രമായിട്ട്. ഞാനവിടെ ചെന്ന അവസരത്തിൽ ഞങ്ങളുടെ അവിടെ തൊട്ടടുത്തുള്ള ആ ഭാഗത്ത് 83ഓളം വീടുകളുണ്ട്. അതിൽ 6-7 വീട് മാത്രമേ ഉള്ളൂ അവിടുത്തെ അമേരിക്കക്കാരുടെ, ബാക്കിയെല്ലാം ഇന്ത്യക്കാരാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഗുജറാത്തികളുണ്ട്, പല സ്റ്റേറ്റുകളുണ്ട്. ഇവരെല്ലാം വളരെ വളരെ സൗഹൃദമായിട്ട് ആണ് അവിടെ എല്ലാവരും, വളരെ ഐക്യത്തോടു കൂടിയാണ് സഹിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഇന്റർവ്യൂ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ സാറിൻ്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ കുടുംബം, അതേക്കുറിച്ച് പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുണ്ടാണ്. ഞങ്ങളൊരു സാധാരണ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച. അച്ഛൻ മത്സ്യത്തൊഴിലാളിയായിരുന്നു. സ്വന്തമായിട്ട് മത്സ്യബന്ധന ഉപകരണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അച്ഛനും അതിൽ പങ്കാളിയായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ അച്ഛനും അമ്മയും വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. അച്ഛനാണെങ്കിൽ മത്സ്യബന്ധന മേഖലയിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് ഒരു മാതൃക എന്ന രീതിയിൽ മത്സ്യബന്ധന മേഖലയിൽ നിന്നൊരാണ് അച്ഛൻ. പിന്നെ ഞങ്ങൾ 11 മക്കളാണ്. ഈ 11 മക്കളിൽ പിന്നെ മൂത്ത ജ്യേഷ്ഠൻ ആണ് ഞങ്ങളുടെ എല്ലാം ഡയറക്ഷൻ. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഞങ്ങൾ പോയത്. അദ്ദേഹം ഭാഗ്യവശാൽ പോലീസുകാരനായി. ആ ഒരു ഉദ്യോഗസ്ഥനായതിൻ്റെ പേരിലാണ് എനിക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ ഉള്ള സാഹചര്യം ഉണ്ടായത്. രാമരാഷ്ട്രനാണെങ്കിൽ കോളേജിൽ പോകാനും പഠിക്കാനുള്ള സാഹചര്യം ഒക്കെ ഉണ്ടായെന്ന് പറഞ്ഞാൽ ആ ഒരു സാഹചര്യം. അച്ഛൻ ആത്മാർത്ഥ ഈ 11 മക്കളെ വളർത്തുന്നല്ലോ, ഈ വരുമാനം കൊണ്ടാണ് ഈ 11 മക്കളെയും വളർത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അന്ന് മറ്റ് ആനുകൂല്യങ്ങളും സൗജന്യങ്ങളും ഒന്നുമില്ലല്ലോ. പക്ഷേ ഈ ജ്യേഷ്ഠൻ ഉദ്യോഗസ്ഥനും കൂടി ആയി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കർശനമായ നിയന്ത്രണം, ഞങ്ങളെ മറ്റുള്ളവരുമായിട്ട് മറ്റ് കൂട്ടുകെട്ടുകളിലേക്ക് പോകാനൊന്നും അനുവാദമില്ല. സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിലെത്തണം. ആ രീതിയിൽ കർശനമായിട്ട് ഉള്ള
ഒരു നിർദ്ദേശം തരും. അതുകൊണ്ടാണ് ഞങ്ങൾ അത് മനസ്സിലാക്കി നന്നായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്തു പഠിച്ചു. ഇപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എല്ലാവരും 2-3 പേര് വഴി അവർ വിദ്യാഭ്യാസം ഇപ്പോൾ മോശമായിരുന്നു, അവർ വഴി ബാക്കി എല്ലാവരും ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചത് അച്ഛൻ്റെയും അമ്മയുടെയും പിന്നെ മൂത്ത സഹോദരൻ്റെയും അശ്രാന്ത പരിശ്രമ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ രക്ഷപ്പെടാൻ സാധിച്ചത്. ഞങ്ങളുടെ കുടുംബം ഞങ്ങളെന്ന് പറഞ്ഞാൽ വലിയ കുടുംബമായിരുന്നു. 11 മക്കളും എല്ലാവരും ഒരു കഴിഞ്ഞു കൂടിയാണ്. പക്ഷെ ആ 11 മക്കളെ വളർത്തിയെടുക്കാൻ അച്ഛനും അമ്മയും മൂത്ത സഹോദരനും സഹിച്ച ബുദ്ധിമുട്ട് വളരെയാണ്. അപ്പം ഞങ്ങൾ അത് മനസ്സിലാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും, ഇപ്പം എനിക്കാണെങ്കിലും താമരാഷ്ട്രമാണെങ്കിലും എനിക്ക് 2 മക്കളാണുള്ളത്, താമരാഷ്ട്രം 2 മക്കളാണുള്ളത്, വേറെ അനിയന്മാർക്ക് ഓരോ മക്കളാണുള്ളത്. അങ്ങനെ എണ്ണം പരിമിതപ്പെടുത്തി. കാരണം കുട്ടികളെ വളർത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളത് ലിമിറ്റ് ചെയ്തു. ഇപ്പോൾ ഭാര്യ നമ്മുടെ ചെമ്പിൽ അരയൻ ഫാമിലിയിൽപ്പെട്ടതാണ്. വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരിയായിരുന്നു. TN സുജാത പേര്. പിന്നെ 2 മക്കളാണുള്ളത്, ഒരു മകനും ഒരു മകളും. മകൻ ഇവിടെ ആലപ്പുഴ BKL എന്ന് പറയുന്ന കമ്പനിയിൽ അവിടുത്തെ HRD മാനേജരായിട്ട്. മകൻ്റെ ഭാര്യ ബിന്ദുപ്രിയ ഡോക്ടറാണ്, അവിടെ ആലപ്പുഴ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറാണ്. പിന്നെ മകളുടെ ഭർത്താവും അമേരിക്കയിൽ അറ്റ്ലാന്റയിലാണ്, അവിടെയാണ് ഞങ്ങൾ പോയി താമസിച്ചത്. ദീപ ദിനകരൻ, പിന്നെ മറ്റേ അജിത്, ആ രീതിയിലാണ് അവിടെ താമസിക്കുന്നത്. മകൾക്ക് ഒരു കുട്ടിയുണ്ട്, മകന് 2 മക്കളുണ്ട്, നയന സുധീഷ്, നേഹ സുധീഷ്, 2 കുട്ടികൾ. അങ്ങനെ ഒരു ചെറിയ കുടുംബമാണ്. അപ്പോൾ മകനും ഭാര്യയും മക്കളും ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. മകള് പിന്നെ ഭർത്താവും പിന്നെ മകളുടെ കുട്ടിയും അമേരിക്കയിൽ താമസിക്കും. സാറിന് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ള സന്ദേശം എന്താണ്? ഞങ്ങളൊക്കെ വളർന്നു വന്ന ജീവിത സാഹചര്യമല്ല എന്നുള്ളത്. ഞങ്ങളൊക്കെ രക്ഷാകർത്താക്കളെ അനുസരിക്കുമായിരുന്നു. അതിൻ്റെ ഫലമാണ് ഞങ്ങളൊക്കെ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത്. മദ്യവും മയക്കുമരുന്നിൻ്റെയും ഒന്നും ഞങ്ങളെ ബാധിച്ചില്ല. എൻ്റെ പിതാവാണെങ്കിൽ മദ്യം തൊട്ടുപോലും നോക്കിയിട്ടില്ല. അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിൽ വളർന്നു വന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ രക്ഷാകർത്താക്കളെ പോലും മാനിക്കാത്ത ഒരവസ്ഥ വരുന്നുണ്ട്. രക്ഷാകർത്താക്കളുടെ നിയന്ത്രണത്തിൽ കുട്ടികൾ നിൽക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അവരവരുടേതായ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. പിന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്നു. ഇപ്പോൾ ഒരു സർവേയിൽ പറയുന്നത് 5 വയസ്സിനും 10 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾ 70% മയക്കുമരുന്നിന് വിധേയമാണെന്ന് ആ ഗുരുതരമായൊരവസ്ഥ നിൽക്കുകയാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രക്ഷാകർത്താക്കളുടെ പൂർണ്ണ സംരക്ഷണയിലും അവരുടെ നിർദ്ദേശമനുസരിച്ചും വളരുന്ന കുട്ടികൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അതാണ് ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചിട്ട് പോലും വിദ്യാഭ്യാസം കിട്ടുവാനും നിയമസഭാ സാമാജികനാകാനും ഒക്കെ ഞങ്ങൾക്കൊക്കെ സാധിച്ചത് ഈ ഒറ്റ കാരണത്തിലാണ്. അവരുടെ കുടുംബത്തിലെ ആ ശിക്ഷണത്തിൽ നന്നായിട്ട് ഞങ്ങൾ വളർന്നു. ഇന്നത് കാണുന്നില്ല. അതിൻ്റെതായ ബുദ്ധിമുട്ടും എല്ലാ നിലയുമുണ്ട്. എന്നാൽ ഈ രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗവുമുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് പഴയ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഉള്ള അവസ്ഥയല്ല ഇപ്പോൾ. ഇന്ന് എവിടെ വേണമെങ്കിലും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഉന്നത ഉദ്യോഗങ്ങൾ വഹിക്കുന്ന കുട്ടികൾ മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽ നിന്നുണ്ട്. ഈ ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയതിൻ്റെ ഫലമായിട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അത് പരമാവധി പ്രയോജനപ്പെടുത്തണം. അത് ജാതിക്കും മതത്തിനും അതീതമായിട്ട്. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, 50 കൊല്ലം ഞങ്ങൾ പ്രവർത്തിച്ചു, ഒരു രക്തസാക്ഷിയെ ഉണ്ടാക്കിയില്ല, ഒരു തുള്ളി ചോര കുടിഞ്ഞില്ല, 1 രൂപയുടെ നഷ്ടം ഗവൺമെൻറ് ഉണ്ടാക്കിയില്ല. ഇന്ന് കാണുന്ന അതല്ല, അക്രമവാസന വർദ്ധിച്ചു വരികയാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെങ്കിൽ പിന്നെ ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നതില്ലേ. ഒരു കുട്ടിയെ കൊല ചെയ്തവര് 5 കുട്ടികൾ പരീക്ഷ എഴുതുകയാണ്. വേറൊരു വിദ്യാർത്ഥിയെ കൊല ചെയ്തവര് അതേ കോളേജിൽ ചേർന്ന് പഠിക്കുകയാണ്. ആ ഒരു അവസ്ഥ ഇന്ന് നിലനിൽക്കുകയാണ്. കൊച്ചു കുട്ടികൾ പോലും തെരുവിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ആ അവസ്ഥയ്ക്ക് മാറ്റം വരണം. വൃദ്ധസാധനങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. കാരണം അച്ഛനെയും അമ്മയും പ്രായമായി കഴിഞ്ഞാൽ സംരക്ഷിക്കാത്ത ഒരു മനോഭാവം കണ്ടുവരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവരുടെ അഭിമാനബോധത്തിൻ്റെ പേരിൽ അവർ വൃദ്ധസദനങ്ങളിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയുണ്ട്.
ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണം. അച്ഛനും അമ്മയൊക്കെ അവരാണ് എല്ലാം. അപ്പൊ അവരെ വളർത്തിക്കൊണ്ടുവരുന്ന കുട്ടികൾ ആ രീതിയിൽ നല്ല സ്വഭാവക്കാരായിരിക്കണം, നല്ല പൗരന്മാരാണ്. അതാണ് ഞാൻ അമേരിക്കയിൽ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയിൽ നല്ല പൗരന്മാരായി വളരെ നിയമം അനുശാസിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകുന്ന ജനസമൂഹമാകണം. നിയമത്തെ അംഗീകരിക്കണം, നിയമലംഘനം നടത്താൻ പാടില്ല, അതുപോലെ തന്നെ അത്യാഗ്രഹം പാടില്ല. പിന്നെ ഏത് കാര്യത്തിലും ശുഭപ്രതീക്ഷ ഉണ്ടാകണം, ആത്മാർത്ഥമായിട്ട് നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം. എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ കഴിഞ്ഞ 50 വർഷമായാലും ഞാൻ എൻ്റെ സ്കൂളിലെ ജോലിയും ഇതും രണ്ടും പിന്നെ യോജിപ്പിച്ചുകൊണ്ടുള്ള ഇപ്പോൾ സമുദായ പ്രവർത്തനത്തിന് പോയാൽ സ്കൂളിലെ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാത്ത ഞായറാഴ്ചകൾ വരെ ഞാൻ ക്ലാസ് നടത്തുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഏൽക്കുന്ന ഉത്തരവാദിത്വം പൂർണ്ണമായും നിറവേറ്റാൻ സാധിക്കണം. മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലും നാട്ടിലും അവർ അലസന്മാരായിരിക്കും, പക്ഷെ പുറത്തവർ മാന്യന്മാരായിരിക്കും, അധ്വാനികളായിരിക്കും. ആ മനോഭാവം നമ്മളുടെ വീട്ടിലുണ്ടാകണം, എനിക്ക് കുടുംബം രക്ഷപ്പെടത്തുള്ളൂ. നാട്ടിലുണ്ടാകണം, എങ്കിലേ നാട് രക്ഷപ്പെടുകയുള്ളൂ. അപ്പോൾ ആ ഒരു മനോഭാവമുണ്ട്. പിന്നെ ജാതിയും മതവും, വ്യത്യസ്തമായ ജാതിയും മതവും ഒക്കെയുണ്ട്. മതവിദ്വേഷവും സമുദായ വിദ്വേഷവും ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകരുത്. ഞങ്ങൾക്കിപ്പോൾ അഭിമാനിക്കാവുന്ന 50 വർഷം പ്രവർത്തിച്ചു. സാമുദായിക സംഘടനയുടെ പിന്നെ ജനറൽ സെക്രട്ടറി ആയിട്ട് ആണ് ഞാൻ നിന്നത്. ഞാൻ നിയമസഭയിൽ മത്സരിച്ച അവസരത്തിൽ പോലും ഞാൻ സമുദായ ചിന്താഗതിക്കാരനാണെന്നുള്ള ഒരു ആശയവും അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ നമ്മളുടെ ഇടയിൽ തന്നെയുള്ള ചിലർ ആ രീതിയിൽ പറഞ്ഞു പ്രചരണം. പക്ഷെ മറ്റു വിഭാഗക്കാർ ഇന്നും ആ സ്നേഹം അവർ വെച്ച് പുലർത്തുന്നുണ്ട്. കാരണം നമ്മൾ ആ ഒരു സമീപനം ജാതിക്കും മതത്തിനും അതീതമായിട്ട് സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ച് ഇവിടുത്തെ സാമൂഹിക പശ്ചാത്തലം പരിശോധിച്ചാൽ. പിന്നെ ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ചെയ്യണം. ചിലരെ ചേർത്ത് വിടുകയും മറ്റുള്ളവരെ അകലത്ത് നിർത്തുകയും അവഗണിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. എല്ലാവരെയും അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുത്ത് എല്ലാവരെയും കൈപിടിച്ചുയർത്തി കൊണ്ടുവരുന്ന ഒരു സാമൂഹിക വീക്ഷണം ഉണ്ടാകണം, ഒരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടാകണം. കുടുംബത്തിലായാലും ശരി നമ്മുടെ വരവിനനുസരിച്ച് ചെലവ് ചെയ്യാനുള്ളൊരു മനോഭാവം ഉണ്ടാകണം. അത് കുടുംബത്തിലായാലും സംസ്ഥാനത്തായാലും രാജ്യത്തായാലും ആ ഒരു മനോഭാവം ഉണ്ടാകണം. അല്ലാതെ നമ്മൾ കാണം വിറ്റ് ഓണമുണ്ണുന്ന എന്ന് പറയുന്ന ആ ഒരു സമീപനം സ്വീകരിക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ വസ്ത്രധാരണത്തിലൊക്കെ എല്ലാത്തിലും മിതത്വം പാലിക്കണം. ആ അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പം മോഡേൺ സ്റ്റൈലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കേരളത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം നിലനിർത്തുന്ന രീതിയിലുള്ള വസ്ത്രധാരണവും ജനങ്ങളോടുള്ള പെരുമാറ്റം, സംസാരം, നമ്മുടെ അധ്വാനശീലരാണ്. ആ അധ്വാനം പിന്നെ തൊഴിലാളി വർഗങ്ങളെ അംഗീകരിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകണം. ആരെയും അവൻ തൊഴിലാളിയാണെന്നുള്ള രീതിയിൽ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അവരും നമ്മളുടെ സഹോദരങ്ങളാണ്, അവരും നമ്മളെപ്പോലെ വളർന്നു വരേണ്ടവരാണെന്നൊരു ചിന്താഗതി ഉണ്ടാകണം. ആരുമായിട്ടും അകലം പാലിക്കാൻ പാടില്ല. ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പക്ഷേ അത് മറ്റ് രീതിയിലേക്ക് സംഘർഷത്തിലേക്ക് പോകുന്ന കാര്യം പാടില്ല. വിദ്യാലയങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഈ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇപ്പോൾ അപകടകരമാണെന്ന് തോന്നൽ വന്നിരിക്കുന്നു. അതിനാൽ വിദ്യാർത്ഥി സംഘടനകൾ വേണം, പക്ഷെ രാഷ്ട്രീയത്തിന് അതീതമായി അവരുടെ സ്വഭാവ രൂപവൽക്കരണം, അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ചിന്താഗതി വളർത്തിയെടുക്കാൻ പര്യാപ്തമായിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനം നടത്താൻ പറ്റിയ രീതിയിലുള്ള സംഘടനകൾ വിദ്യാർത്ഥികൾക്ക് കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നാളത്തെ നല്ല പൗരന്മാരായി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന ഒരു മൂല്യ തകർച്ചയുണ്ട്. ആ മൂല്യ തകർച്ച മാറ്റിയെടുത്ത് മറ്റ് രാജ്യങ്ങളെപ്പോലെ നമ്മുടെ രാജ്യങ്ങൾ പുരോഗമിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. താഴെക്കിടയിലുള്ളവരെ കൈപിടിച്ചുയർത്താനുള്ള പരിശ്രമം നടത്തണം. ഞങ്ങൾക്ക് തീവ്ര സഭയ്ക്കുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമുദായത്തിൽ മുൻകാലങ്ങളിൽ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ, ഞാനിവിടെ പഠിക്കുമ്പോൾ ബൈക്കുകളെ ഇവിടെ വന്നാൽ 8000 രൂപ കൊടുത്താൽ അന്ന് അഡ്മിഷൻ കിട്ടും. പക്ഷേ ആ 8000 രൂപ എടുക്കാനില്ലായിരുന്നു. അങ്ങനെ സാമ്പത്തികമില്ലാത്തവൻ വിദ്യാഭ്യാസം പോലും നിഷേധിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഒന്നും നിഷേധിക്കാത്ത തരത്തിൽ എല്ലാവർക്കും ഈ ആനുകൂല്യങ്ങൾ അർഹമായ രീതിയിൽ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാകണം. അത് പരമാവധി പ്രയോജനപ്പെടുത്തണം. ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ മലയാളികൾ വേഷവിധാനത്തിലൊക്കെ ശുചിത്വം പാലിക്കുന്നുണ്ട്, പക്ഷേ മാലിന്യ നിർമ്മാർജ്ജനമൊക്കെ വരുമ്പോൾ നമ്മൾ അക്കാര്യത്തിൽ വളരെ പരാജയമാണുള്ളത്. ഒരു മാലിന്യം പോലും ഞങ്ങൾ അമേരിക്കയിൽ ചെന്നിട്ട് കാണാൻ സാധിച്ചില്ല. വീട്ടിൽ
അവരവർ കഴിക്കുന്ന പാത്രം അപ്പോഴപ്പോൾ ക്ലീൻ ചെയ്യുകയാണ്. ഒരു സാധനം തറയിൽ വീഴാനില്ല. വേസ്റ്റ് ആണെങ്കിൽ അത് അവിടെ തന്നെ വയ്ക്കാനായിട്ട് ഉണ്ട്, അത് പുറത്തെടുത്ത് വയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ നമ്മളിപ്പോൾ മാലിന്യം ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുക. അപ്പോൾ ആ മാലിന്യ നിർമ്മാർജ്ജനമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ രോഗത്തിന് ഇടയാക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കണം. പിന്നെ നമ്മളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ശക്തമായിട്ട് പ്രവർത്തിക്കണം. പിന്നെ ഈ മാത്സര്യം വേണം, പക്ഷെ ആ മാത്സര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ തകർത്തുകൊണ്ടുള്ള ഒരു മത്സര ബുദ്ധി ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് അഖില കേരള ധീവരസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി 50 വർഷം പിന്നിടുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഇനി ഏറെ ദൂരം സഞ്ചരിക്കുവാനുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഈ സമൂഹത്തിനും ഈ സമുദായത്തിനും അതുപോലെ തന്നെ മാനവരാശിക്കും എല്ലാം പ്രചോദനമാകുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അദ്ദേഹം തികഞ്ഞ മതേതര ജനാധിപത്യവാദിയായ ദിനകര സാറിന് എല്ലാ ആശംസകളും എല്ലാ നന്മകളും സ്പിരിറ്റ് ഓഫ് കേരളയ്ക്ക് വേണ്ടി നേരുന്നു. നന്ദി, നമസ്കാരം.